ഇന്ന് നാം ചിന്തിക്കുന്നത് സേവനം സമർപ്പണമാകണം എന്ന ആശയമാണ്. സേവനം സ്നേഹമാകണം. സേവനം എന്നത് മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്ന ഒരു ജോലി മാത്രമല്ല, അവരുടെ വേദന മനസ്സിലാക്കി അവരുടെ ആവശ്യങ്ങളിൽ കൂടെ നിൽക്കുകയും പ്രതിഫലം പ്രതീക്ഷിക്കാതെ സഹായിക്കുകയും ചെയ്യുന്നതാണ് യഥാർത്ഥ സേവനം. ഈശോയുടെ ജീവിതം സ്നേഹപൂർവമായ സേവനത്തിൻ്റെ ഏറ്റവും വലിയ മാതൃകയാണ്. രോഗികളെയും ദുഃഖിതരെയും പാവപ്പെട്ടവരെയും ഈശോ കരുണയോടെ സമീപിച്ചു. ശിഷ്യന്മാരുടെ കാലുകൾ കഴുകിക്കൊണ്ട് വിനയത്തോടെ സേവിക്കേണ്ടതിൻ്റെ മാതൃക അവിടുന്ന് കാണിച്ചു. സേവനം ചെയ്യുമ്പോൾ അംഗീകാരമോ പ്രശസ്തിയോ പ്രതിഫലമോ പ്രതീക്ഷിക്കേണ്ടതില്ല. എനിക്ക് എന്ത് ലഭിക്കും എന്നതിന് പകരം എനിക്ക് എന്ത് നൽകാൻ കഴിയും എന്ന് ചിന്തിക്കുമ്പോഴാണ് സേവനം സ്നേഹമായി മാറുന്നത്. സേവനം ഒരു സമർപ്പണമാണ്. സമർപ്പിത ജീവിതം പ്രാർത്ഥനയിൽ മാത്രം ഒതുങ്ങുന്നതല്ല. സ്നേഹത്തോടെ മറ്റുള്ളവരുടെ വേദന മനസ്സിലാക്കി ആവശ്യമായ സമയത്ത് കൈത്താങ്ങാകുന്നതാണ് യഥാർത്ഥ സേവനം. വിശുദ്ധരുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് ദൈവസ്നേഹം മനുഷ്യ സേവനത്തിലൂടെ പ്രകടമാക്കണമെന്നാണ്. മത്തായി 14:14 പറയുന്നു, രോഗികളെയും ദുഃഖിതരെയും ഈശോ കരുണയോടെ സമീപിച്ചു. നമ്മുടെ സന്യാസ ജീവിതം വിദ്യാഭ്യാസം, ആരോഗ്യ പരിചരണം, പാവപ്പെട്ടവരുടെ സംരക്ഷണം, വയോജന ശുശ്രൂഷ, കുട്ടികളുടെ സംരക്ഷണം, ആത്മീയ സേവനം, സാമൂഹിക ബോധവൽക്കരണം എന്നീ സേവനങ്ങളിലാണെങ്കിലും മദർ തെരേസ സ്പിന്നരിയുടെ ജീവിതത്തിൽ നിന്നും നിസ്വാർത്ഥ സേവനം, കരുണ, സ്നേഹം, ത്യാഗം, നന്മ എന്നീ പുണ്യങ്ങളുടെ മാതൃക പിന്തുടരാം. വിശുദ്ധ അഗസ്റ്റിൻ ദരിദ്രരെയും ദുരിതമനുഭവിക്കുന്നവരെയും സഹായിക്കുകയും വിശ്വാസത്തിൽ വളരാൻ ജനങ്ങളെ നയിക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ ജീവിതം പറയുന്നത് ഇതാണ്: നമുക്ക് ലഭിച്ച അറിവും കഴിവുകളും മറ്റുള്ളവരുടെ നന്മയ്ക്കായി ഉപയോഗിക്കണം. വിശുദ്ധ അഗസ്റ്റിൻ്റെ ശ്രേഷ്ഠമായ വാക്കുകൾ: സ്നേഹിക്കുക, പിന്നെ ചെയ്യുന്നതെന്തും സ്നേഹത്തോടെ ചെയ്യുക. സേവനം സ്നേഹമാകട്ടെ, സ്നേഹം സമർപ്പണമാകട്ടെ, നമ്മുടെ സമർപ്പണം മറ്റുള്ളവർക്ക് അനുഗ്രഹമാകട്ടെ. വിശുദ്ധ അഗസ്റ്റിൻ്റെ മധ്യസ്ഥം നമ്മോടൊപ്പം ഉണ്ടാകട്ടെ. നവനാൾ പ്രാർത്ഥന. സ്നേഹനിധിയായ യേശുവേ, വിശുദ്ധ അഗസ്റ്റിനെ പോലെ സ്നേഹത്തിൽ വളർന്ന് സേവനത്തിൽ ജീവിക്കാൻ എന്നെ പഠിപ്പിക്കണമേ. എൻ്റെ സ്വാർത്ഥത മാറ്റി മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ കാണുന്ന കരുണയുള്ള ഹൃദയം നൽകണമേ. പ്രതിഫലം പ്രതീക്ഷിക്കാതെ വിനയത്തോടും സന്തോഷത്തോടും കൂടി എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഓരോരുത്തരെയും സ്നേഹത്തോടെ സേവിക്കാൻ കൃപ നൽകണമേ. എൻ്റെ ഓരോ സേവനവും അങ്ങയുടെ സ്നേഹത്തിൻ്റെ സാക്ഷ്യമാകട്ടെ. വിശുദ്ധ അഗസ്തീനെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ.